Hello friends, and നമുക്ക് DML ട്രിഗേഴ്സിലുള്ള ഇൻസേർട്ട് ട്രിഗറിനെ കുറിച്ച് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ DML ട്രിഗേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഫയർ ചെയ്യുന്നത് നമ്മുടെ DML ഓപ്പറേഷൻ നടക്കുമ്പോഴാണ്. അതായത് നമ്മളുടെ ടേബിളിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുമ്പോൾ, അപ്ഡേറ്റ് ചെയ്യുമ്പോൾ, ഡിലീറ്റ് ചെയ്യുമ്പോൾ ഫയർ ചെയ്യുന്നതാണ് DML ട്രിഗേഴ്സ്. ഓക്കെ, ഈ DML ട്രിഗേഴ്സിലുള്ളൊരു കാറ്റഗറിയാണ് ആഫ്റ്റർ ട്രിഗർ. ട്രിഗർ എന്ന് വെച്ചാൽ നമ്മൾ ഫോർ ട്രിഗേഴ്സ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഈ ആഫ്റ്റർ ട്രിഗറിന് 3 ടൈപ്പ് ഉണ്ട്. അതായത് ആഫ്റ്റർ ഇൻസേർട്ട് ട്രിഗർ, ആഫ്റ്റർ അപ്ഡേറ്റ് ട്രിഗർ, ആഫ്റ്റർ ഡിലീറ്റ് ട്രിഗർ. അതായത് ഒരു ടേബിളിലോട്ടുള്ള ഡാറ്റ ഇൻസേർട്ട് ചെയ്തതിനു ശേഷം ഫയർ ചെയ്യുന്നതാണ് ആഫ്റ്റർ ഇൻസേർട്ട് ട്രിഗർ. അപ്ഡേറ്റ് ചെയ്ത ശേഷം വർക്ക് ചെയ്യുന്നതാണ് അപ്ഡേറ്റ് ട്രിഗർ. ഡിലീറ്റ് ചെയ്തതിനു ശേഷം വർക്ക് ചെയ്യുന്ന ട്രിഗറാണ് ആഫ്റ്റർ ഡിലീറ്റ് ട്രിഗർ. ഓക്കെ, പിന്നെ ഇതിൽ വേറൊരു പോയിന്റ് എന്താ വെച്ചാൽ SQL സെർവറിലുള്ള മാജിക്കൽ ടേബിൾസ് എന്ന് പറഞ്ഞാൽ 2 ടേബിളാണ്. അതായത് ഇൻസേർട്ടും ഡിലീറ്റഡ് അങ്ങനെയുള്ള 2 മാജിക്കൽ ടേബിൾ ഉണ്ട്. അതായത് നമ്മളൊരു ട്രിഗർ കോൾ ചെയ്യുമ്പോൾ നമ്മുടെ ടേബിളിലോട്ട് ഡാറ്റ ഇൻസേർട്ട് ചെയ്യും. അതിന് ആ ടേബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു ട്രിഗർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടേബിളിന്റെ സെയിം സ്ട്രക്ചർ ഓഫ് ഡാറ്റ നമ്മൾ ഇൻസേർട്ട് ചെയ്യപ്പെടുന്ന ഡാറ്റ ഈ ഇൻസേർട്ടർ എന്ന മാജിക്കൽ ടേബിളിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അതേമാതിരി ഒരു ടേബിളിന്റെ ഡാറ്റ നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ആ ഡിലീറ്റഡ് ആയിട്ടുള്ള ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ പറയുന്ന ആ റോയിലുള്ള ഡാറ്റ ഓട്ടോമാറ്റിക്കായിട്ട് ട്രിഗർ കോൾ ചെയ്യും. ഓക്കെ, അത് ഡിലീറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള മാജിക്കൽ ടേബിൾ ഉണ്ടാവും. ഓക്കെ, ഒരു ഇമ്പോർട്ടൻറ്റ് ഇന്റർവ്യൂ ക്വസ്റ്റൻ ആണ് എന്താണ് മാജിക്കൽ ടേബിൾസ് എന്ന് വെച്ചു. ഓക്കെ, പിന്നെ നമ്മൾ ട്രിഗർ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതാണ് ഇതിന്റെ സിൻടാക്സ്. ക്രിയേറ്റ് ട്രിഗർ, ട്രിഗർ നെയിം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓൺ ടേബിൾ നെയിം പറയാം. ഇത് നമുക്ക് ആഫ്റ്റർ എന്തിനു ശേഷമാണ്, ഇൻസേർട്ടിന് ശേഷമാണ്, അപ്ഡേറ്റിന് ശേഷമാണ്, ഡിലീറ്റിന് ശേഷമാണ് വർക്ക് ചെയ്യേണ്ടത് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്. ഇത് ബിഗിൻ ആൻഡ് സ്റ്റേറ്റ്മെന്റിനുള്ളിൽ നമുക്ക് പ്രൊസീജിയറിൽ എഴുതുന്ന മാതിരി തന്നെ ബിഗിൻ ആൻഡ് സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് വേണ്ട ലോജിക്കൽ ഓപ്പറേഷൻസ് കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒരു ഇൻസേർട്ട് ട്രിഗറിന്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡാറ്റാബേസിൽ 2 ടേബിൾ ഉണ്ട്. ഒന്ന് കസ്റ്റമർ എന്നുണ്ട്, ഒന്ന് കസ്റ്റമർ ഹിസ്റ്ററി ടേബിൾ. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ ഈ ടേബിളിലോട്ട് ഒരു ഡാറ്റ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ സെക്കൻഡ് ടേബിൾ, അതായത് കസ്റ്റമർ ഹിസ്റ്ററി എന്ന ടേബിളിൽ ഇതിന്റെ ഈ കസ്റ്റമർ ഐ ഡി നമുക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. അതായത് നെയിം ഇൻസേർട്ട് ചെയ്യണം. പിന്നെ ഈ റിമാർക്സ് എന്ന കോളത്തിൽ നമ്മൾ എന്താണ് ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു റിമാർക്സ് ഇൻസേർട്ട് പറഞ്ഞിട്ട് കൊടുക്കണം. പിന്നെ ഹിസ്റ്ററി ഡേറ്റിൽ കറണ്ട് ഡേറ്റ്, എന്ത് ഡേറ്റ് ആണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ആ ഡേറ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ട്രിഗർ, ആ ട്രിഗറിങ് എവിടെ വർക്ക് ചെയ്യേണ്ടത്, നമ്മൾ കസ്റ്റമർ എന്ന ടേബിളിലേക്ക് ഒരു ഡാറ്റ ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് എങ്ങനെയാണ് ട്രിഗർ ചെയ്ത് നോക്കാം. സിൻടാക്സ് ആണ് ക്രിയേറ്റ് ട്രിഗർ നെയിം PRG കൊണ്ട് പ്രിഫിക്സ് ഇൻസേർട്ട് കസ്റ്റമർ ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഇനി എന്ത് പറഞ്ഞു കൊടുക്കാം. ഇനി നമ്മളിവിടെ പറയേണ്ടത് ട്രിഗർ നെയിം പറഞ്ഞാൽ ഓൺ ടേബിൾ നെയിം പറയാം. ഓൺ നമ്മൾ ഏത് ടേബിളിലാണ് നമ്മൾ പറയുന്നത്, കസ്റ്റമർ എന്ന ടേബിളിലാണ്. കസ്റ്റമർ എന്ന ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓൺ കസ്റ്റമർ നമുക്ക് എന്ത് കഴിഞ്ഞതിന് ശേഷമാണ്, ആഫ്റ്റർ ഇൻസേർട്ട് കഴിഞ്ഞ ശേഷമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിവിടെ ആസ് നോക്കാം. നമുക്ക് ബിഗിൻ എൻഡ് കൊണ്ടുള്ള ബിഗിൻ എൻഡ് സ്റ്റേറ്റ്മെന്റ് വെക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഒരു ടേബിളിലോട്ട് നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ മാജിക്കൽ ടേബിൾ കോൾ ചെയ്യേണ്ടി വരും. ഇൻസേർട്ടഡ് ഒരു മാജിക്കൽ ടേബിൾ ഇൻസേർട്ട് ആകുമ്പോൾ, ഡിലീറ്റ് ആകുമ്പോൾ ഡിലീറ്റഡ് എന്നൊരു മാജിക്കൽ ടേബിൾ വരും. ഓക്കെ, നമുക്ക് ജസ്റ്റ് അതിന്റെ എക്സാമ്പിൾ നോക്കാം. നമ്മളിവിടെ സെലക്ട് സ്റ്റാർ ഫ്രം ഇൻസേർട്ടഡ് നമ്മൾ കോൾ ചെയ്യും. ഓക്കെ, ഇതാണ് ട്രിഗറിന്റെ സിൻടാക്സ്. ക്രിയേറ്റ് ട്രിഗർ നെയിം, ഓൺ ടേബിൾ നെയിം, ആഫ്റ്റർ ഇൻസേർട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഉള്ളതാണ് കോൾ ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് സ്റ്റാർ ഫ്രം ഇൻസേർട്ടഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാല്യൂ ജസ്റ്റ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ,
ജസ്റ്റ് നമുക്ക് ഈ ട്രിഗർ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ടേബിളിൽ എന്തെങ്കിലും ട്രിഗർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് അവിടെ കണ്ടോ, ട്രിഗർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഈ കസ്റ്റമർ എന്ന ടേബിളിലോട്ട് നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് എക്സാമ്പിൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ കസ്റ്റമർ ടേബിളിൽ 10 റോസ് ഉള്ളത്. ഓക്കെ, 11ാമത്തെ കസ്റ്റമറായിട്ട് സന്ദീപ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഡാറ്റ ഇൻസേർട്ട് ചെയ്യിക്കുകയാണ്. ഓക്കെ, നമുക്ക് എന്താണ് ഈ ഇൻസേർട്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടേബിളിൽ ഡാറ്റ എന്താ വരുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. കണ്ടോ, നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്തു, ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ട്രിഗറിങ് ആക്ഷൻ കോൾ ചെയ്തു, എന്നിട്ട് വിളിക്കുന്ന ഡാറ്റ കണ്ടോ, നമ്മുടെ കസ്റ്റമർ ടേബിളിൻ്റെ അതേ സ്ട്രക്ചറിലുള്ള ഒരു ഡാറ്റ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻസേർട്ടഡ് എന്ന് പറഞ്ഞ ടേബിളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. SQL സെർവർ ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, കസ്റ്റമർ ഐ ഡി, കൺട്രി എഡിറ്റ്, സെയിൽ എമൗണ്ട് 1000. കസ്റ്റമർ ടേബിൾ എടുത്ത് നോക്കിയാൽ ഡാറ്റ ഇൻസേർട്ട് ആയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇത് മാജിക് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ സെയിം സ്ട്രക്ചറിലുള്ള ടേബിൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യും. ആ ഡാറ്റ ഇത് ഇൻസേർട്ട് എന്നുള്ള ടേബിളിൽ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ നമുക്ക് ഈ കസ്റ്റമർ ഐ ഡിയും കസ്റ്റമർ നെയിമും നമുക്കൊന്ന് വാല്യൂ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ജസ്റ്റ് പേസ്റ്റ് ചെയ്യണം. അതായത് നമ്മൾ കസ്റ്റമർ ഐ ഡി കസ്റ്റമർ നെയിം ജസ്റ്റ് ഡിക്ലെയർ ചെയ്തു, എന്നിട്ട് ഇൻസേർട്ടഡിൽ വന്നിട്ടുള്ള ഡാറ്റ നമ്മൾ ഒരു വേരിയബിളിൽ അസൈൻ ചെയ്ത് വെച്ചു. ഓക്കെ, കസ്റ്റമർ ഐ ഡിയിൽ ഇപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന പുതിയ ഡാറ്റ എന്താ വെച്ചാൽ ഇതിൽ വരും. നെയിം എന്ന് പറഞ്ഞാൽ കസ്റ്റമർ നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന നെയിം വരും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഈ കസ്റ്റമർ ഹിസ്റ്ററി ടേബിളിലോട്ട് ഡാറ്റ ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, കസ്റ്റമർ ഹിസ്റ്ററി ടേബിളിലേക്ക് എന്ത് ചെയ്തു, ഈ കസ്റ്റമർ ഐ ഡിയും ഈ കസ്റ്റമർ നെയിമും പിന്നെ ഇൻസേർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് കൊടുക്കുന്ന റിമാർക്സിൽ കറണ്ട് ഡേറ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ ഇത് ടേബിൾ ഈ ട്രിഗർ ആൾട്ടർ ചെയ്യണം വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ആൾട്ടർ ചെയ്യണം വെച്ചാൽ ആൾട്ടർ കൊടുക്കാം. ജസ്റ്റ് നമ്മൾ ട്രിഗർ നമ്മുടെ എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ ട്രിഗർ എക്സിക്യൂട്ടഡ് സക്സസ്ഫുള്ളി. ഇനി നമ്മൾ ഈ സെയിം ഡാറ്റ നമ്മൾ ഒന്നും കൂടെ ശ്രമിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ട്രിഗറിങ് വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ഓൾറെഡി 11 ഉണ്ട്, അപ്പോൾ അതിൻ്റെ പ്രൈമറി കീ ആണ്. അപ്പോൾ പ്രൈമറിക്ക് വയലേഷൻ എറർ വരും. ആ ടൈമിൽ എന്ത് വരില്ല, ഇതിലോട്ട് കണ്ടോ ഡാറ്റയൊന്നും വർക്കായിട്ടില്ല, മാജിക് ടേബിളിൻ്റെ ഡാറ്റസും വരില്ല, ട്രിഗർ ഫയർ ചെയ്യില്ല. ഓക്കെ, നേരെ മറിച്ചിട്ട് ഞാൻ 12 വേറൊരു ഡാറ്റ ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ കാണിച്ചിട്ട് റോസ് എഫക്റ്റഡ്. നമുക്ക് ടേബിളൊന്ന് പോയി നോക്കാം. കണ്ടോ, പീറ്റർ എന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ ടേബിളിൽ വന്നു. അതേപോലെ കസ്റ്റമർ ഹിസ്റ്ററി ടേബിളിൽ എന്ത് വന്നു, കസ്റ്റമർ ഐ ഡി ടേബിൾ വന്നു, പീറ്റർ വന്നു, ഇൻസേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് വന്നു, റിമാർക്സ് വന്നു, ഹിസ്റ്ററി ഡേറ്റ് കറണ്ട് ഡേറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ടേബിളിൽ എന്തെങ്കിലും ട്രിഗറിങ് ആക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ, ഇൻസേർട്ട് ചെയ്യുമ്പോൾ ട്രിഗറിങ് ആക്ഷൻ നടക്കണമെങ്കിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ട്രിഗേഴ്സ് ടേബിളിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിലീറ്റ് ട്രിഗറിങ് യൂസ് ചെയ്യാം.